നിങ്ങൾക്കറിയാം, വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. അവിടെ ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. 2019 നടന്ന ഈ സംഭവത്തെക്കുറിച്ച് 2022 ദേവസ്വം ബോർഡിനും സർക്കാരിനും അറിവുണ്ടായിരുന്നു. ഹൈക്കോടതിക്ക് ഇപ്പോൾ നടത്തിയ ഇടപെടലിലൂടെയാണ് ഇത് മനസ്സിലായത്. 2019ലെയും 22ലെയും മഹസറുകൾ പരിശോധിച്ചപ്പോഴാണ് സ്വർണം അവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായി. അപ്പോൾ ഈ തെളിവുകളെല്ലാം ദേവസ്വം ബോർഡിലുണ്ടായിരുന്നു. ആ തെളിവുകളുള്ളപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും യാതൊരു ക്രിമിനൽ നടപടികളും സ്വീകരിക്കാതെ ഈ സ്വർണ്ണ മോഷണം മറച്ചുവെച്ചു. അതിനർത്ഥം ദേവസ്വം ബോർഡിലും സർക്കാരിലും ഉള്ളവർ ഈ കള്ളക്കച്ചവടത്തിൽ പങ്കാളികളാണ് എന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ എന്തുകൊണ്ട് 2022 19ലെയും മഹസർ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചില്ല? പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് അധികാരികളും സർക്കാരിലെ ചിലരും ഈ കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളാണ്. അത് മറച്ചുവെച്ചു എന്ന് മാത്രമല്ല, രണ്ടാമതൊരു ഗുരുതരമായ കുറ്റം ചെയ്തത് വീണ്ടും അയാളെ തന്നെ ഈ മഹസർ റിപ്പോർട്ട് പ്രകാരം സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യമായിട്ടും അതേ സ്പോൺസറെ തന്നെ 2025 വീണ്ടും സ്വർണം പൂശാൻ വിളിക്കുന്നു.